എല്ലാ മാന്യപ്രേക്ഷകർക്കും പൃഥ്വീസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റി ജീവിത വിജയം കൊയ്തെടുക്കുന്ന അട്ടപ്പാടിക്കാരി. പരമ്പരാഗതമായി കൈമാറി വന്ന കൃഷി എന്ന സംസ്കാരത്തെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രാക്തന ഗോത്ര വർഗ വിഭാഗത്തിൽപ്പെട്ട ദീപ ജയശങ്കർ എന്ന ദീപചേച്ചി. അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്തിൽപ്പെട്ട ഗൊട്ടിയാർകണ്ടി ഊരാണ് സ്വദേശം. എല്ലാം കൊണ്ടും പ്രകൃതി കനിഞ്ഞനുഗ്രഹിക്കുന്ന പ്രദേശം. കഴിഞ്ഞ 26 വർഷത്തിലേറെയായി മണ്ണിനെ പൊന്നാക്കിക്കൊണ്ടിരിക്കുന്ന ദീപചേച്ചിയുടെ കാർഷിക വിശേഷങ്ങൾ നമുക്ക് കാണാം. 2025 കൈരളി TV നൽകിയ കതിർ അവാർഡിന് അർഹയായതിൻ്റെ ഇരട്ടി മധുരത്തിലാണ് ദീപചേച്ചി. നമ്മൾ ചെല്ലുന്ന സമയത്ത് കൃഷിഭൂമിയിൽ കാർഷിക വൃത്തിയിലായിരുന്നു ഇവർ. ഉള്ളിലെ സന്തോഷം മുഖത്ത് വിരിയുന്ന ചിരിയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം. അംഗീകാരങ്ങൾക്കും പ്രശസ്തിക്കുമപ്പുറം മണ്ണിനെയും പ്രകൃതിയെയും മനുഷ്യരെയും എത്ര ആഴത്തിൽ ഇവർ സ്നേഹിക്കുന്നു എന്ന് നാം നോക്കിക്കാണേണ്ടതും പഠിക്കേണ്ടതുമാണ്. നമ്മുടെ കൈരളിയുടെ അവാർഡ് എന്നാ വാങ്ങിച്ചേ? 12-ാം തീയതി. ഈ മാസം 12-ാം തീയതി പോയി. എവിടെ പോയിട്ട് വാങ്ങിച്ചേ? പാലക്കാടായിരുന്നോ? എറണാകുളത്ത് പോയിട്ട് വാങ്ങിച്ചു അല്ലേ? ആരാ തന്നേ? മമ്മൂട്ടി തന്നു. ഭയങ്കര സന്തോഷം. മമ്മൂട്ടിനെ കണ്ടല്ലേ? ഏതായാലും അങ്ങനെ കാണാനുള്ള ഭാഗ്യം അവാർഡിന് വേണ്ടിട്ട് ആരാ കൊടുത്തേ? അവാർഡിന്റെ ഇത് പേര് കൊടുത്തിട്ടുണ്ട്. ലതാ മേഡം കൊടുത്തത്. കൃഷിഭവന് തന്നെ കൊടുത്തത്. അപ്പൊ ലതാ മേഡം കൊറേ പ്രാവശ്യം ഇവിടെ വന്ന് കൃഷികളൊക്കെ നോക്കി. നല്ല ലതാ മേഡം വരുമ്പോ നല്ല കൃഷികളും ഉണ്ടായിരുന്നു. പിന്നെ മാട് ആടൊക്കെ കണ്ട് അങ്ങനെ കൊടുത്തതാണ്. അതാണ്. കാപ്പിയും കുരുമുളകും ജാതിയും അടയ്ക്കയും തെങ്ങും പ്ലാവും മാവും ചെറുധാന്യങ്ങളും വാനിലയും പച്ചക്കറികളും എല്ലാം ഇവരുടെ കൃഷിയിടത്തിൽ തളിർത്തു വളരുന്നു. കഷ്ടപ്പാടിൻ്റെ കനൽ വഴിയിൽ പിന്തിരിഞ്ഞു പോകാതെ മുന്നോട്ട് നടന്ന് വിജയക്കതിരുകൾ. എനിക്ക് കൃഷിയോട് താല്പര്യം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തൊട്ടേ താല്പര്യമാണ്. നേരത്ത് ഇതൊക്കെ തരിശുഭൂമി ആയിരുന്നു. പിന്നെ ഓരോന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ചക്കമരമൊക്കെ ഉണ്ടായിരുന്നു. മുത്തച്ഛ നട്ട് വെച്ചത്. ആ സമയത്ത് കായില്ല. അപ്പം ഞങ്ങൾ ഇവിടെ ഇല്ല, ഇപ്പം വീട്ടിലാണ്. ഒന്നിച്ച് വീരാകുമ്പോൾ അങ്ങനെ കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ പറമ്പ് നോക്കാതെ ഇരുന്ന് അച്ഛൻ. പിന്നെ ആ സമയത്ത് എല്ലാവരും ചക്കക്ക് വേണ്ടി പോവും. വലിയ വലിയ പെണ്ണുങ്ങളോടാണ്. ഞാൻ ചെറിയ കുട്ടിയാണ്. അവരോട് ചക്ക ചുമക്കാൻ വേണ്ടിട്ട് പോയിട്ട് കിലോമീറ്റർ കൽക്കണ്ടില്ലേ, ചെമ്മാണൂർ, അവിടത്തെ വരെ ഇപ്പോഴുണ്ട്. അതിലിരുന്നാണ് ചക്ക ചുമന്ന് വന്നത്. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് അപ്പൊ തന്നെ എല്ലാം മനസ്സിലായി. ഒരു മാമനുണ്ട് ചന്ദ്രയിൽ നിന്ന്, ഇപ്പൊ എക്സൈസിലായ ആ മാമൻ പറയൂ കുരുമുളക് നടക്കാൻ വേണ്ടിട്ട് ആ മാമൻ ഒന്ന് നല്ലൊരു ക്ലാസ് എടുത്ത് തന്നു. പിന്നെ ഈ ചക്ക ചുമന്ന് വന്ന ഇതിനെ ഒരു വേശിയാണ്. ഈ മൊട്ടപ്പറമ്പിൽ എല്ലാം ഓരോന്നും മരം വെക്കാൻ തുടങ്ങി. ആദ്യം ഒരു വീട് വെച്ചു, ചെറിയ ചാള പോലെ വെച്ചു, ചെറിയ വീട് വെച്ച്. പിന്നെ ഓരോന്നും മരം മുമ്പിൽ ചക്കാണ് വെച്ചത്. പിന്നെ മാവ്, പിന്നെ തെങ്ങ്. അത് ആ വർഷം തന്നെ ഇങ്ങോട്ട് വീട് വെച്ചാൽ വലിയ കുഞ്ഞു ഇത് ജനിച്ചിട്ടുണ്ട്. 1 വയസ്സായി, 1.5 വയസ്സായി മോളിന്. ഇങ്ങോട്ട് ഈ പറമ്പിൽ വരുമ്പോൾ വെച്ച് എല്ലാം ചെടി കൊടി പഴമരം എല്ലാം വെച്ചിട്ടുണ്ട്. അതിലിരുന്ന് അത് ആ കൂടെ മില്ലറ്റ് കൃഷി ഉണ്ട്. അപ്പോഴുണ്ട് ഇപ്പോഴുണ്ട് മില്ലറ്റ്, പയർ വർഗ്ഗങ്ങൾ എല്ലാം ഉണ്ട്. എന്തൊക്കെയാ മില്ലറ്റുകളാ ചെയ്യുന്നേ? മില്ലറ്റ്, റാഗി, ചാമ, കീര,
കീര, പിന്നെ അമര, പിന്നെ ഒരു താട്ട് പയറിൻ്റെ നമ്മുടെ വേറെ ഒരു പ്രത്യേക ഒരു താട്ടുണ്ട്, അത് തുമരോട് ആ ചേർത്ത് നടക്കും. പിന്നെ അതിൽ തന്നെ കുറെ ഐറ്റം പയറുകളുണ്ട്, 2-3 ഐറ്റം പയറ്, ബീൻസിൽ ഒരു 5-6 ഐറ്റം, അങ്ങനെ ഒരുപാട്. അപ്പൊ മില്ലറ്റിന് എവിടെയാ അപ്പം ഇത് വിൽക്കുന്നത്? എവിടെയാ? റാഗി, ചാമ, പിന്നെ തേന, ഇതാ സോപ്പന തിങ്കത് വിൽക്കുന്നതെന്ന് പറയുമ്പോ കിൻഡൽ കണക്കപ്പോ വിളയൂ, വിളഞ്ഞാൽ വീട്ടിൽ തന്നെ വെക്കൂ. പിന്നെ ഇങ്ങനെ ചോദിച്ചു വരൂ, അത്യാവശ്യമായിട്ട് ഒരു കുടുംബത്തിന് അതാണ് മുമ്പിൽ അരിയൊന്നുമില്ലല്ലോ, അങ്ങനെ വരുന്നവർക്ക് തൂക്കി അളന്നാണ് കൊടുക്കുന്നത്. അല്ലാതെ മാർക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല, വീട്ടിൽ തന്നെ സൗകര്യം ഇല്ല. ആവളാണ് വണ്ടിയൊക്കെ, ഇവിടെ ബസ്സൊന്നുമില്ല, ബസ്സുമില്ല, ജീപ്പുമില്ല ആ സമയത്തൊക്കെ കുഞ്ഞു കുട്ടികളിലൊക്കെ. ഇപ്പൊ എവിടെയാ കൊടുക്കുന്നേ? പിന്നെ എല്ലാം റോഡ് സൗകര്യമായി ഇത് പാലൂർ വരെ ബസ് വരാൻ തുടങ്ങി. 2010 ആകുമ്പോ 2005 തന്നെ എല്ലാ ബസ് വരാൻ തുടങ്ങി. 2004-03 ഇത്രയും സംഭവങ്ങൾ. കഷ്ടപ്പാടിൻ്റെ കനൽ വഴിയിൽ പിന്തിരിഞ്ഞു പോകാതെ മുന്നോട്ട് നടന്ന് വിജയക്കതിരുകൾ നുള്ളിയെടുക്കുകയും പ്രകൃതിയുടെ തനത് രുചികൾ സ്വയം അധ്വാനിച്ച് ആസ്വദിക്കുകയും തലമുറകൾക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന ഇവരുടെ ജീവിതം എത്ര മനോഹരമാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവ് ജയശങ്കർ സാറും നല്ലൊരു കർഷകൻ തന്നെ. വീട്ടില് ഭർത്താവും ഇപ്പൊ വലിയ മകളും വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ചെറിയ മകളും ഉണ്ട്, മകനും ഉണ്ട്, മരുമകനും വന്നിട്ടില്ല. എല്ലാരും പഠിക്കുവാണോ? എല്ലാരും പഠിക്കുക. എല്ലാം ഒരാളെ കെട്ടിച്ചു വിട്ട്, ഒരാളെ കെട്ടി നിശ്ചയമൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഏതായാലും ഒരു രജിസ്റ്റർ കല്യാണം ചെയ്തെടുത്ത് വിടട്ടെ, ജീവിതം തുടങ്ങട്ടെ. സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ ജോലിക്കാരനാണെങ്കിലും അവധി ദിവസങ്ങളിൽ ദീപചേച്ചിക്കൊപ്പം കൃഷിയിടത്തിൽ ഇദ്ദേഹവും കൂടും. ഇവർക്ക് 3 മക്കളുണ്ട്. സഞ്ചരിക്കാൻ കാട്ടുവഴി മാത്രമുള്ള കാലത്തും തുടങ്ങിയ കൃഷി മക്കൾക്കും കൊച്ചുമക്കൾക്കും ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കുമൊപ്പം വീണ്ടും തുടരുകയാണ് ഈ ധീരവനിതയായ വീട്ടമ്മ. വന്യമൃഗശല്യവും പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്ത് ഇവർ നേടിയ അംഗീകാരങ്ങൾ നിരവധിയാണ്. ഇനിയും നിരവധി അംഗീകാരങ്ങൾ ലഭിക്കുവാൻ ജഗദീശ്വരൻ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ കൃഷിയും കൃഷിയിടവും ഞങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ്. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.